Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Activity 1. Go out and look around. പുറത്തു പോയിട്ട് ചുറ്റും നോക്കൂ. Find the things with the features given below. Write their names in the boxes. ചില ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് സംതിങ് ദാറ്റ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഈസ് ബ്ലൂ, നീല കളറിലുള്ളത്. സ്കൈ, ആകാശം അല്ലേ. ഹാസ് 4 legs, 4 കാലുള്ളത്. കൗ അല്ലെങ്കിൽ കാറ്റ്, ഡോഗ്, അതുമല്ലെങ്കിൽ ടേബിൾ, ചെയർ, ഇതൊക്കെ എഴുതാം. ഈസ് റൗണ്ട്, വട്ടത്തിലുള്ളത്. ബോൾ. സ്മെൽസ്, മണമുള്ളത്. ഫ്ലവർ. ഹാസ് റൗണ്ട് ഐസ്, ഔൾ, മൂങ്ങ, വട്ടക്കണ്ണുള്ളത്. ഈസ് യെല്ലോ, മഞ്ഞ കളറുള്ളത്. മാംഗോ അല്ലെങ്കിൽ ബനാന. ഗ്ലിറ്റേഴ്സ്, തിളങ്ങുന്നത്. സ്റ്റാർസ്, നക്ഷത്രങ്ങൾ. ഹാസ് എ ലോങ് ടെയിൽ, നീളമുള്ള വാലുള്ളത്. മങ്കി. ഹോപ്സ്, ചാടി പോകുന്നത്. റാബിറ്റ് ഓർ ഫ്രോഗ്, മുയൽ അല്ലെങ്കിൽ തവള. ക്ലൈംസ് ട്രീസ്, മരങ്ങളിൽ ചാടിക്കയറുന്നത്. മങ്കി. ആക്ടിവിറ്റി 2. ഡു യു ഹാവ് എ ട്രഷർ? വാട്ട് ഈസ് ദാറ്റ്? ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രഷർ ഉണ്ടോ? എന്താണ് അത്? അതിൻ്റെ പിക്ചർ വരച്ച് അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ട്രഷർ ഈസ് എ ലൈറ്റ്നിങ് ബഗ് ഓർ ഫയർഫ്ലൈ. എൻ്റെ ട്രഷർ എന്ന് പറയുന്നത് ഒരു മിന്നാമിനുങ്ങാണ്. അതിൻ്റെ പേരാണ് ലൈറ്റ്നിങ് ബഗ് അല്ലെങ്കിൽ ഫയർഫ്ലൈ. മൈ ട്രഷർ ഈസ് എ ലൈറ്റ്നിങ് ബഗ്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. എൻ്റെ ട്രഷർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ്നിങ് ബഗ്ഗാണ്. എനിക്കതിനെ കിട്ടിയത് ഗാർഡനിൽ നിന്നാണ്. ഐ പുട്ട് ഇറ്റ് ഇൻ എ ജാർ. ഞാനതിനെ ഒരു ജാറിലിട്ടു. നൈറ്റ് ടൈം ഇറ്റ് വിൽ ഗ്ലോ ആൻഡ് ബ്ലിങ്ക് ലൈക്ക് എ സ്റ്റാർ. രാത്രി സമയങ്ങളിൽ അത് മിന്നുകയും തിളങ്ങുകയും ചെയ്യുന്നു, ഒരു നക്ഷത്രത്തിനെ പോലെ. ആക്ടിവിറ്റി 3. ട്രഷർ ഹണ്ടാണ്. കണ്ടില്ലേ, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ക്രോസ് ദ റിവർ. ആ ഒരു നദി കടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ ദ ലെറ്റർ ആൻഡ് ടേൺ ലെഫ്റ്റ്. ആ കാണുന്ന അക്ഷരത്തിന് നിറം കൊടുത്ത് ഇടത്തോട്ട് തിരിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി ആണ് അല്ലേ. എന്നിട്ട് ഇടത്തോട്ട് തിരിയണം. സിക്ക് കളർ കൊടുത്ത് ഭംഗിയാക്കി. കളർ ദ ലെറ്റർ ആൻഡ് ടേൺ റൈറ്റ്. സിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ എ കണ്ടു അല്ലേ. ഇനി പറഞ്ഞിരിക്കുന്നത് റൈറ്റിലോട്ട് തിരിയാനാണ്. കളർ ദ ലെറ്റർ ആൻഡ് ഗോ സ്ട്രെയിറ്റ്. ഇനി പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിറ്റ്, നേരെ പോവാനാണ്. ഏതാണ് അവിടെയുള്ള ലെറ്റർ എന്ന് പറയുന്നത്? എൻ ആണ് അല്ലേ. നേരെ പോയപ്പോൾ കണ്ട ലെറ്റർ ഡി ആണ്. കളർ ദ ലെറ്റർ ആൻഡ് ടേൺ റൈറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെറ്റർ കളർ കൊടുത്ത് വലത്തോട്ട് തിരിയുക എന്നാണ്. ഇപ്പോൾ CAND ഇത്രയും ലെറ്റർ കിട്ടി അല്ലേ. ഇനി വലത്തോട്ട് തിരിഞ്ഞപ്പോൾ കണ്ട ലെറ്റർ ഏതാണ്? L ആണ്. കളർ ദ ലെറ്റർ ആൻഡ് ഗോ ഫോർവേഡ്. ആ ലെറ്റർ കളർ കൊടുത്ത് മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാണുന്ന ലെറ്റർ ഏതാണ്? E. അതും കൂടി കളർ കൊടുത്ത് ഭംഗിയാക്കണം. റൈറ്റ് ദ ലെറ്റേഴ്സ് കളേർഡ് ഇൻ പ്രോപ്പർ ഓർഡർ. കളർ കൊടുത്തിട്ടുള്ള ലെറ്റേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. CANDLE, കാൻഡിൽ എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേർഡ്. ആക്ടിവിറ്റി 4. കളർ ദ ഷേപ്സ് വിത്ത് നമ്പേഴ്സ് ഇൻ ദം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. 1 green, 2 yellow, 3 light blue, 4 dark blue. You will get a beautiful treasure. പിക്ചറിൽ ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട് അല്ലേ. 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. അതിൽ 1ന് ഗ്രീനും 2ക്ക് യെല്ലോയും 3 ലൈറ്റ് ബ്ലൂവും 4ന് ഡാർക്ക് ബ്ലൂവും കൊടുത്താൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഷർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, ഭംഗിയായിട്ടുള്ള ഒരു പീക്കോക്കിൻ്റെ ഫെദറാണ് നിങ്ങൾക്ക് കിട്ടുക. മയിൽപീലി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ.
Activity 5. Go out and watch the things around your class. Check the list and mark the things you have seen there. പുറത്തു പോയി നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുക ക്ലാസ്സിൽ നിന്ന്. എന്നിട്ട് എന്തൊക്കെ സാധനങ്ങൾ താഴെ പറയുന്നത് കണ്ടു എന്നുള്ളത് ടിക്കിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പാരോ കുരുവിയുണ്ട്, ട്രീ മരം, സ്വിങ് ഊഞ്ഞാൽ, ബട്ടർഫ്ലൈ പൂമ്പാറ്റ, ഹണി ബി തേനീച്ച, ക്ലൗഡ് മേഘം, ബൈസിക്കിൾ സൈക്കിൾ, ഫ്ലവർ പൂവ്, ക്രോ കാക്ക, ലീഫ് ഇല, പാരറ്റ് തത്ത, വാട്ടർ വെള്ളം, കാറ്റർപില്ലർ പുൽച്ചാടി, റെയിൻബോ മഴവില്ല്, ഫെദർ തൂവൽ, ലേഡി ബഗ്, സ്പൈഡർ നെറ്റ് ചിലന്തിവല, സീസോ ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള സാധനങ്ങൾ പരിസരം നിരീക്ഷിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ടിക്ക് മാർക്ക് ഇടണം. എല്ലാം കണ്ടെങ്കിൽ എല്ലാത്തിനും ടിക്ക് ഇടാം. ആക്ടിവിറ്റി 6. ലക്കി മെറ്റ് അബി ഹിസ് ഫ്രണ്ട്. അബി സോ ദ ട്രഷർ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അബി ആൻഡ് ലക്കി. ലക്കി അബിയെ കണ്ടു, അവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഈ ട്രഷർ അവൻ കണ്ടു. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അബി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? എന്താണ് നിൻ്റെ കയ്യിൽ? അപ്പോൾ ലക്കി എന്തു പറയും? ഇറ്റ് ഈസ് എ ട്രഷർ. ഇതൊരു നിധിയാണ് എന്നാണ് ലക്കി പറഞ്ഞത്. അബി, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. എനിക്കിത് ലഭിച്ചത് ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്നാണ്. അബി, ഈസ് ദിസ് യുവർ ടോയ്? ഇത് നിൻ്റെ കളിപ്പാട്ടമാണോ? അപ്പോൾ ലക്കി പറയാണ്, നോ ഇറ്റ് ഈസ് നോട്ട് എ ടോയ്. അല്ല, ഇതൊരു കളിപ്പാട്ടമല്ല എന്നാണ് ലക്കി പറയുന്നത്. ആക്ടിവിറ്റി 7. റീഡ് ദ റിഡിൽസ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. മേക്ക് എ റിഡിൽ ഓൺ ദ ഗിവൺ പിക്ചർ. കുറച്ച് റിഡിൽസ് ആണ് തന്നിരിക്കുന്നത്, അതിനുത്തരം എഴുതണം. ഇറ്റ് ഈസ് എ ബേർഡ് ബട്ട് ഇറ്റ് കാൺട്ട് ഫ്ലൈ. ഇതൊരു പക്ഷിയാണ്, പക്ഷേ പറക്കില്ല. എന്താണത്? പെൻഗ്വിൻ. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് 4 ലെഗ്സ് ബട്ട് ഇറ്റ് കാൺട്ട് വാക്ക്. ഇതിന് 4 കാലുണ്ട്, പക്ഷേ നടക്കില്ല. ആൻസർ, ടേബിൾ. ഐ ഹാവ് 3 ലീവ്സ് ബട്ട് ഐ ആം നോട്ട് എ ട്രീ. എനിക്ക് 3 ഇലകളുണ്ട്, പക്ഷേ ഞാനൊരു മരമല്ല. എന്താണത്? ഫാൻ. ഇനിയൊരു റിഡിൽ നമ്മൾ ഉണ്ടാക്കണം. പിക്ചർ തന്നിരിക്കുന്നത് ഒരു ബാറ്റ് വവ്വാലിൻ്റെയാണ്. ഐ സ്ലീപ്പ് ഓൾ ഡേ. ഞാൻ ദിവസം മുഴുവൻ ഉറങ്ങും. ഹാങ്ങിങ് അപ്സൈഡ് ഡൗൺ. തല തിരിഞ്ഞാണ് കിടക്കുക. തല എപ്പോഴും താഴേക്കായിരിക്കും അല്ലേ? ആക്ടിവിറ്റി 8. ലക്കി put the treasure in a jar. In the evening, he wrote about the treasure in his diary. Prepare Lucky's diary. ലക്കി ആ ട്രഷർ ജാറിലാക്കി വൈകുന്നേരം അവൻ്റെ ഡയറി എഴുതി. എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഡേറ്റ് എഴുതണം അല്ലേ? എന്നാണോ എഴുതുന്നത് ആ ഡേറ്റും അതുപോലെ തന്നെ ആ ദിവസവും നമ്മൾ എഴുതണം. ടുഡേ ഐ ഗോട്ട് എ ട്രഷർ. ഇന്ന് എനിക്കൊരു ട്രഷർ കിട്ടി. ഐ ഫൗണ്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. അതെനിക്ക് കിട്ടിയത് ഗാർഡനിൽ നിന്നാണ്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്ലിറ്ററിങ് ലൈക്ക് എ സ്റ്റാർ. അത് നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നതുമായിരുന്നു. ഐ ഫീൽ ലൈക്ക് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഐ ഹാവ് എവർ ഡിസ്കവേർഡ്. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഇതാണ്. ഐ ആം സോ ഹാപ്പി. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഐ വാണ്ട് ടു ഫൈൻഡ് ഇറ്റ്സ് ഓണർ. എനിക്ക് ഇതിൻ്റെ ഉടമസ്ഥനെ ആരാണെന്ന് അറിയണമെന്നുണ്ട്. ഇതൊക്കെയാണ് ലക്കി അവൻ്റെ ഡയറിയിൽ അന്ന് എഴുതി ചേർത്തത്. ആക്ടിവിറ്റി 10. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. സെലക്ട് സ്യൂട്ടബിൾ മെസ്സേജസ് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സസ്. താഴെ 4 വാക്കുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ തന്നിരിക്കുന്ന ചിത്രം നോക്കി അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെസ്സേജ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്താണ്? ആദ്യത്തേത് പുഷ്, തള്ളുക. രണ്ടാമത്തേത് വൺ വേ, ഒരു വശത്തേക്ക് മാത്രമേ പോകൂ എന്നുള്ളതിൻ്റെ സൈനാണ് അത്. നെക്സ്റ്റ്
പി എന്ന് എഴുതിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നോ പാർക്കിംഗ് എന്നാണ്. അടുത്തത് ഒരു ബസ്സിൻ്റെ പിക്ചറാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ബസ് സ്റ്റോപ്പ്. ആക്ടിവിറ്റി 11. ദ ട്രഷർ ഈസ് എ റിയൽ സ്റ്റാർ ലക്കി കോൾഡ് ഔട്ട് ടു ലൂസി. ആ ട്രഷർ ഒരു ശരിക്കുള്ള നക്ഷത്രമായിരുന്നു. അപ്പോൾ ലക്കി ലൂസിയെ വിളിച്ചു. ഹി വാസ് ത്രിൽഡ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ലക്കി ആൻഡ് ലൂസി. അവനാകെ ത്രില്ലിലാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൂസി എന്തായിരിക്കും ചോദിക്കുന്നത്? അതിന് ലക്കി റിപ്ലൈ കൊടുക്കുന്നത് ദിസ് ഈസ് നോട്ട് എ ടോയ്. ഇതൊരു കളിപ്പാട്ടമല്ല. ദിസ് ഈസ് എ റിയൽ സ്റ്റാർ ഫ്രം ദ സ്കൈ. ഇത് ശരിക്കും ആകാശത്തു നിന്നുള്ള ഒരു നക്ഷത്രമാണ് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും ലൂസി ചോദിച്ചിട്ടുണ്ടാവുക? ഈസ് ദിസ് യുവർ ടോയ്? ഇത് നിൻ്റെ കളിപ്പാട്ടമാണോ എന്നാണ്. ഇനി കാണുന്നത് ലക്കി പറയുന്നത് ഐ ഹാവ് നോ ഐഡിയ എന്നാണ്. എനിക്ക് ഒരു ഐഡിയയുമില്ല എന്നാണ്. അപ്പോൾ എന്തായിരിക്കും ലൂസി ചോദിച്ചിട്ടുണ്ടാവുക? ഹൗ ഇറ്റ് കെയിം ഹിയർ. ഇതെങ്ങനെ ഇവിടെ വന്നു എന്നാണ്. അപ്പോൾ ലക്കി ഐ ഹാവ് നോ ഐഡിയ എന്ന് പറഞ്ഞു. ആക്ടിവിറ്റി 12. ലക്കി ആൻഡ് ലൂസി ആർ ടോക്കിംഗ് അബൌട്ട് ഐഡിയാസ് ടു സെൻഡ് ദ സ്റ്റാർസ് ബാക്ക് ദ സ്കൈ. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. ലക്കിയും ലൂസിയും കുറച്ച് ഐഡിയ പറയുകയാണ് ഈ സ്റ്റാറിനെ എങ്ങനെയെങ്കിലും ആകാശത്തേക്ക് തിരിച്ചു വിടാമെന്നുള്ളത്. അപ്പോൾ ലൂസി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അതിന് ആൻസർ പറയുന്നത് ബട്ട് വി ഹാവ് നോ റോക്കറ്റ് എന്നാണ്. ലക്കി പറയുന്നത് നമുക്ക് റോക്കറ്റ് ഇല്ലല്ലോ എന്നാണ്. അപ്പോൾ ലൂസി ചിന്തിക്കുന്നത് ഒരു റോക്കറ്റിനെ കുറിച്ചാണ്. കണ്ടില്ലേ? ക്യാൻ വി സെൻഡ് ദ സ്റ്റാർ വിത്ത് എ റോക്കറ്റ്. നമുക്ക് ഈ സ്റ്റാറിനെ ഒരു റോക്കറ്റിൽ അയക്കാൻ കഴിയുമോ എന്നാണ് ലൂസി ചോദിച്ചത്. അപ്പോൾ അതിന് ആൻസർ ആയിട്ടാണ് ബട്ട് വി ഹാവ് നോ റോക്കറ്റ്, നമുക്ക് റോക്കറ്റ് ഇല്ലല്ലോ എന്ന് ലക്കി പറയുന്നത്. അടുത്ത പ്ലാൻ പറയുന്നത് ലക്കിയാണ്. കണ്ടില്ലേ? ഒരു നോട്ടീസ് പതിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ലൂസി പറയുന്നത് ക്യാൻ ദേ റീഡ് ദാറ്റ്. അവർക്കത് വായിക്കാൻ കഴിയുമോ എന്നാണ്. അപ്പോൾ ലക്കി ചോദിച്ചത് ക്യാൻ വി മേക്ക് എ പോസ്റ്റർ ആൻഡ് എ ഷോ ടു സ്കൈ. നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി ആകാശത്തേക്ക് കാണിച്ചാലോ എന്നാണ്. അപ്പോൾ അതിനുത്തരമായിട്ടാണ് ക്യാൻ ദേ റീഡ് ദാറ്റ്. അവർക്കത് വായിക്കാൻ കഴിയുമോ എന്ന് ലൂസി ചോദിച്ചത്. ആക്ടിവിറ്റി 13. മേക്ക് എ കാൻഡിൽ ഫോളോയിങ് ദ പിക്ചേഴ്സ്. ഒരു കാൻഡിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ. ടേക്ക് എ സ്ക്വയർ പേപ്പർ. ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക. ഫോൾഡ് ദ കോർണേഴ്സ് ടു സെൻറ്റർ. എന്നിട്ട് 4 മൂലകളും കോർണേഴ്സും നടുവിലേക്ക് മടക്കുക. അൺഫോൾഡ് 1 കോർണർ. എന്നിട്ട് ഒരു കോർണർ മാത്രം ഇങ്ങനെ നിവർത്തുക. ഫോൾഡ് അപ്പ് ഫ്രം ദ മിഡിൽ ലൈൻ. നടുവിലേക്ക് മടക്കുക. ടേൺ ദ പേപ്പർ. പേപ്പർ മടക്കുക. ഫോൾഡ് ദ സൈഡ്സ് എലോങ് ദ ലൈൻസ്. എല്ലാ സൈഡ്സും ലൈനിനു നേരേക്ക് മടക്കുക. റോൾ ദ പേപ്പർ ആൻഡ് ഇൻസേർട്ട് 1 സൈഡ് ഇൻ ടു ദ അതർ. പേപ്പർ റോൾ ചെയ്ത് ഓരോ ഭാഗവും മറ്റൊന്നിലേക്ക് തിരുകി വയ്ക്കുക. ട്വിസ്റ്റ് ദ ടോപ്പ് പാർട്ട് റൈറ്റ് ടു മേക്ക് ദ ഫ്ലെയിം. എന്നിട്ട് മുകൾ ഭാഗം ഫ്ലെയിം തിരി പോലെ നിവർത്തുക. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. ആക്ടിവിറ്റി 14. ദ സ്റ്റാർസ് സെൻഡ് എ റിപ്ലൈ ടു ദ ചിൽഡ്രൻ. നക്ഷത്രങ്ങൾ കുട്ടികൾക്ക് റിപ്ലൈ കൊടുത്തു, മറുപടി കൊടുത്തു. കളർ ദ സ്റ്റാർസ് വിത്ത് ദ ഡോട്ട്സ് അറ്റ് ദ സെയിം സെൻറ്റർ യു വിൽ ഗെറ്റ് ദ മെസ്സേജ്. അപ്പോൾ നടുവിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഡോട്ട് പോലെ കാണുന്നുണ്ട് അല്ലേ? അത് സ്റ്റാർസ് ഇവർക്ക് കൊടുത്ത മെസ്സേജാണ്. അത് എന്താണെന്നറിയാൻ ഒന്ന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു ആ മെസ്സേജ്? ഗോട്ട് ദ മെസ്സേജ്. മെസ്സേജ് കിട്ടി എന്നാണ് നക്ഷത്രങ്ങൾ റിപ്ലൈ കൊടുത്തത്. ഇവർ കാണിച്ച ആ ഒരു കാര്യത്തിന് സ്റ്റാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതിന് ഗോട്ട് ദ മെസ്സേജ്, മെസ്സേജ് കിട്ടി എന്നാണ് റിപ്ലൈ കൊടുത്തത്. ആക്ടിവിറ്റി 15. ലക്കി സെൻഡ് എ മെസ്സേജ് ടു ഹിസ് ഫ്രണ്ട് അബി അബൌട്ട് ദ സ്റ്റാർ. വാട്ട് വുഡ് ലക്കി റൈറ്റ് ഓൺ ദ മൊബൈൽ ഫോൺ. ലക്കി അവൻ്റെ ഫ്രണ്ടായ അബിക്ക് സ്റ്റാറിനെ കുറിച്ച് ഒരു മെസ്സേജ് അയച്ചു. എന്തായിരിക്കും ആ മെസ്സേജ്?
മൊബൈൽ ഫോണിലൂടെയാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ ടോയ് സ്റ്റാർ. അതൊരു ടോയ് സ്റ്റാർ അല്ലായിരുന്നു എന്നാണ്. ഇറ്റ് വാസ് എ റിയൽ സ്റ്റാർ. അത് ശരിക്കുമുള്ള ഒരു നക്ഷത്രമായിരുന്നു. യെസ്റ്റർഡേ ഐ സോ എ മെസ്സേജ് ഇൻ ദ സ്കൈ. ഇന്നലെ ഞാൻ ആകാശത്ത് ഒരു മെസ്സേജ് കണ്ടു. ദ മെസ്സേജ് വാസ് ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു നക്ഷത്രത്തെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. ആഫ്റ്റർ ദാറ്റ് മീ ആൻഡ് ലൂസി വെൻറ്റ് ടു ദ ടെറസ് ആൻഡ് മെയ്ഡ് എ മെസ്സേജ് വിത്ത് കാൻഡിൽസ്. അതിനുശേഷം ഞാനും ലൂസിയും ടെറസിൽ പോയി കാൻഡിൽസ് കൊണ്ടൊരു മെസ്സേജ് ഉണ്ടാക്കി. ദ മെസ്സേജ് വാസ് യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. നിങ്ങളുടെ കുഞ്ഞു നക്ഷത്രം ഇവിടെയുണ്ട് എന്നതായിരുന്നു. ദെൻ ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ കെയിം ഡൗൺ ലൈക്ക് എ ഗ്ലിറ്ററിംഗ് ചെയിൻ ആൻഡ് ടുക്ക് ദ ലിറ്റിൽ സ്റ്റാർ. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ഒരു ചെയിൻ പോലെ താഴേക്ക് വന്ന് കുഞ്ഞു നക്ഷത്രത്തെ കൊണ്ടുപോയി. ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ. അവസാനം ഞങ്ങൾ ആ ട്രഷറിൻ്റെ ഓണറെ കണ്ടുപിടിച്ചു. ദെൻ എ ന്യൂ മെസ്സേജ് അപ്പിയേർഡ് ഇൻ ദ സ്കൈ. താങ്ക് യു ഫ്രണ്ട്സ്. അങ്ങനെ പുതിയ ഒരു മെസ്സേജ് ആകാശത്തിൽ വന്നു. അത് താങ്ക് യു ഫ്രണ്ട്സ് എന്നായിരുന്നു. ഓൾ ദ സ്റ്റാർസ് ട്വിങ്കിൾഡ് ടുഗദർ. എല്ലാ നക്ഷത്രങ്ങളും ഒരുമിച്ച് കണ്ണു ചിമ്മി തിളങ്ങി. വി വർ വെരി ഹാപ്പി. ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. ആക്ടിവിറ്റി 16. റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് ഡ്രോ സ്യൂട്ടബിൾ ഇമോജീസ് ഇൻ ദ ബോക്സസ്. സെൻറ്റൻസ് വായിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമോജി ബോക്സിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ് ലക്കി ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. ഓ നിനക്ക് വളരെ നന്നായി പ്രകാശിക്കാൻ കഴിയും അല്ലേ എന്ന് അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആശ്ചര്യത്തോടെ ലക്കി പറഞ്ഞു. ബട്ട് ദ സ്റ്റാർ ഡിഡിൻ മൂവ് ലക്കി ഫെൽറ്റ് സാഡ്. സ്റ്റാർ നീങ്ങിയില്ല, ലക്കിക്ക് വിഷമമായി. അപ്പോൾ ഏത് ഇമോജി ആയിരിക്കും ഇതിന് രണ്ടിനും ഇടുക? ആദ്യത്തേത് സർപ്രൈസാണ് അല്ലേ, രണ്ടാമത്തേത് സാഡാണ്. അപ്പോൾ ഈ ഇമോജികളാണ് അവിടെ ചേർക്കേണ്ടത്. ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ ലക്കി സെഡ് ഹാപ്പിലി. അവസാനം ഞങ്ങൾ ഈ ട്രഷറിൻ്റെ ഓണറെ കണ്ടുപിടിച്ചു എന്ന് ലക്കി സന്തോഷത്തോടെ പറഞ്ഞു. ഇറ്റ് റിയലി എ സ്റ്റാർ. അത് ശരിക്കും ഒരു നക്ഷത്രമാണോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ. അതെങ്ങനെയാണ് ഇവിടെ വന്നത്? ലക്കി വാസ് കൺഫ്യൂസ്ഡ്. ലക്കി ആകെ കൺഫ്യൂഷനിലായി. ആക്ടിവിറ്റി 17. ഹൂ സേസ് ദീസ് ഡയലോഗ്സ്? നെയിം ദ സ്പീക്കർ. ആരാണ് ഈ ഡയലോഗ് പറയുന്നത്? അവരുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, ഐ ഫ്ലൈ ഇൻ ദ സ്കൈ ബട്ട് ഐ ഹാവ് നോ വിങ്സ്. ഞാൻ ആകാശത്ത് പറക്കും, പക്ഷേ എനിക്ക് ചിറകുകളില്ല എന്ന് പറഞ്ഞത് ക്ലൗഡ്. വി ട്വിങ്കിൾ ആൻഡ് സ്മൈൽ യു സീ അസ് ഓൺലി അറ്റ് നൈറ്റ്. ഞങ്ങളിങ്ങനെ മിന്നും ചിരിക്കും, ഞങ്ങളെ രാത്രിയാണ് കാണാൻ കഴിയുക. ഇത് പറഞ്ഞത് ആരാണ്? സ്റ്റാർ, നക്ഷത്രം. ഐ ആം റൗണ്ട് ബട്ട് നോട്ട് ഓൾവേസ്. ഞാൻ വട്ടത്തിലാണ്, പക്ഷേ എല്ലായ്പ്പോഴും അല്ല. ഐ ഗിവ് യു ലൈറ്റ്. ഞാൻ നിങ്ങൾക്ക് വെളിച്ചം തരുന്നു. ഐ ആം നോട്ട് ദ സൺ. പക്ഷേ ഞാൻ സൂര്യനല്ല. ആരാണ്? മൂൺ, ചന്ദ്രനാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ റൗണ്ടിലല്ലാതെയും നമ്മൾ മൂണിനെ കാണാറുണ്ട് അല്ലേ? രാത്രി നമുക്ക് വെളിച്ചവും തരും, പക്ഷേ അത് സണ്ണല്ല. ആക്ടിവിറ്റി 18. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഐ വാസ് എ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ. I was happy there and shone so bright. I fell down one night from the sky. Oh dear friends, I lost my light. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്താണ് പറയുന്നത്? ഐ വാസ് എ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്തെ ഒരു കുഞ്ഞു നക്ഷത്രമായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് അവിടെ ഇങ്ങനെ തിളങ്ങി നിന്നിരുന്നതാണ്. പെട്ടെന്ന് താഴെ വീണു ഒരു ദിവസം രാത്രി. അപ്പോൾ ഫ്രണ്ട്സിനെയെല്ലാം നഷ്ടപ്പെട്ടു. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. ഓ ഡിയർ സ്കൈ പ്ലീസ് ടേക്ക് മീ നിയർ. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. അപ്പോൾ എന്താണ് പറയുന്നത്? നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഇപ്പോൾ താഴെ
ഗ്രൗണ്ടിലാണ്, അതുകൊണ്ട് സോഫ്റ്റും കൂളുമാണ്. പക്ഷേ നക്ഷത്രങ്ങളുള്ള ആ ആകാശം മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്കൈനോട് പറയാണ്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ, എനിക്കവിടെ ഡാൻസ് കളിക്കണം, തിളങ്ങണം എന്നെല്ലാം. അപ്പോൾ നെക്സ്റ്റ് ലൈൻസും നോക്കൂ, സെയിം തന്നെയാണ് അല്ലേ? അപ്പോൾ അവിടെ വിട്ടുപോയിരിക്കുന്നത് ഏതാണ്? ഓ ഡിയർ സ്കൈ പ്ലീസ് ടേക്ക് മീ നിയർ എന്നുള്ളതാണ്. ആക്ടിവിറ്റി 19. കളർ ദ വേർഡ്സ് വിത്ത് സിമിലർ എൻഡിങ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. സിമിലറായിട്ട് അവസാനിക്കുന്ന വേർഡ്സ് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതെടുത്ത് എഴുതാനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എക്സാമ്പിൾ തന്നിരിക്കുന്നത് നൈറ്റ്, എൻഡിങ് എന്ന് പറയുന്നത് ട് എന്നുള്ളതാണ് അല്ലേ? ലക്കി, ഇ എന്നാണ് ലാസ്റ്റ് വരുന്നത്. സ്റ്റാർ, ആർ. ഹിയർ. അപ്പോൾ അതുപോലെ അവസാനിപ്പിക്കുന്ന വേർഡ്സ് ഉള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ നൈറ്റ്, റൈറ്റ്, ബ്രൈറ്റ്, ലൈറ്റ്, ഹൈറ്റ്, ഇതൊക്കെ ലാസ്റ്റ് ട് എന്നുള്ള ഒരു സൗണ്ടാണ് അല്ലേ? ഇനി ലക്കി, ഹാപ്പി, യമ്മി, ലൂസി, വെരി, ഇ ആണ് ലാസ്റ്റ് കേൾക്കുന്നത്. സ്റ്റാർ, ആർ അല്ലേ? ജാർ, ഫാർ, ടാർ, കാർ. ഇനി ഹിയർ. അതുപോലെയുള്ള വേർഡ്സ് എന്ന് പറയുന്നത് നിയർ, ക്ലിയർ, ഡിയർ, ഫിയർ, ഇതൊക്കെയാണ്. അപ്പോൾ നൈറ്റ്, അതിന് താഴെ വരുന്നതെല്ലാം റെഡ് കളറും, ലക്കി ആ വേർഡ്സിന് മാച്ചായിട്ടുള്ള വേർഡ്സിനെല്ലാം ബ്ലൂ കളറും, സ്റ്റാറിന് മാച്ചായിട്ടുള്ളതിന് ബ്ലാക്കും, ഹിയറിന് മാച്ചായിട്ടുള്ള ബാക്കി വേർഡ്സിന് യെല്ലോയുമാണ് കൊടുക്കേണ്ടത്. ആക്ടിവിറ്റി 20. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റാർ ഈസ് സ്മോൾ, നക്ഷത്രം ചെറുതാണ്. ദ സ്റ്റാർ ഈസ് ബ്രൈറ്റ്, തെളിച്ചമുള്ളതാണ് നക്ഷത്രം. ദ സ്റ്റാർ ഈസ് സ്മോൾ ആൻഡ് ബ്രൈറ്റ്, നക്ഷത്രം ചെറുതും തിളക്കമുള്ളതുമാണ്. നെക്സ്റ്റ്, ദ മൂൺ ഈസ് റൗണ്ട് ആൻഡ് വൈറ്റ്. മൂൺ എന്ന് പറയുന്നത് വട്ടത്തിലുള്ളതും അതുപോലെ തന്നെ വെളുത്തതുമാണ്. തന്നിരിക്കുന്നത് ദ റെയിൻബോ ഈസ് കളർഫുൾ ആൻഡ് ഡാഷ് എന്നാണ് അല്ലേ? റെയിൻബോ, മഴവില്ല എന്ന് പറയുന്നത് കളർഫുള്ളാണ് അല്ലേ? പല കളറിലുള്ളതുമാണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ളതുമാണ്. ദ സൺ ഈസ് റെഡ് ആൻഡ് ദ ക്ലൗഡ്സ് ആർ ഡാഷ്. സൂര്യൻ ചുവപ്പ് കളറാണ്. ക്ലൗഡ്സ്, മേഘങ്ങൾ എന്ത് കളറാണ്? വൈറ്റ്. The sun is red and the clouds are white. Okay dears, complete your textbook activities and study well. See you in next class. Thank you.